നമസ്കാരം. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. കേസെടുക്കുന്നതിന് പകരം പരമാവധി നഷ്ടപരിഹാരം വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കഴിഞ്ഞ മാസം ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് എന്നാണ് പറയപ്പെടുന്നത്. MSC ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കില്ല എന്നുമാണ് വിദഗ്ധോപദേശം ലഭിച്ചിരിക്കുന്നത്. കപ്പൽ മറിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് കമ്പനിയുടെ പേരിൽ കേസെടുക്കാത്തത് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകളും മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുമൊക്കെ തന്നെ സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ നേരത്തെ സർക്കാർ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നും പരമാവധി നഷ്ടപരിഹാരം വാങ്ങാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും യോഗത്തിൽ തീരുമാനമായതായി വ്യക്തമാക്കിയിരിക്കുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് നഷ്ടപരിഹാരം വാങ്ങണം എന്നാണ് വിദഗ്ധോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ മാസം 25-നാണ് വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പൽ കൊച്ചി തീരത്തിന് സമീപം മുങ്ങിയത്. കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും ഇതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളുമൊക്കെ തന്നെ ഇപ്പോൾ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ വല വീശാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കുടുങ്ങി വലകൾ നശിക്കുന്നു എന്ന് പരാതി വരുന്നുണ്ട്. മാത്രമല്ല ജനങ്ങൾ ഇതിൽ ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് കരുതി മീൻ വാങ്ങുന്നത് കുറച്ചിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കപ്പൽ കമ്പനിക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യം പല സംഘടനകളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ സർക്കാരിൻ്റെ തീരുമാനത്തോട് പ്രതിപക്ഷമോ മറ്റ് പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൻ്റെ എന്ന് കരുതപ്പെടുന്ന കുറേ സാധനങ്ങൾ കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള വലിയ നിർമ്മിതികളാണ് അവർക്ക് ലഭിച്ചത്. ഇത് ഈ കപ്പലിൻ്റെ തന്നെ ഭാഗങ്ങളായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല ഈ ചരക്ക് കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ കടൽ തീരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പരമാവധി സാമ്പിളുകൾ സ്വീകരിച്ച് അവ പരിശോധിക്കാനും ജലത്തിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വലിയ തോതിൽ തേങ്ങയും കശുവണ്ടിയുമൊക്കെ തന്നെ മത്സ്യബന്ധനത്തിനിടയിൽ ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഈ കപ്പലിൽ നിന്ന് ചോർന്നതാണ് എന്നാണ് കരുതപ്പെടുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കപ്പലിൻ്റെ എണ്ണപ്പാടയുടെ അംശങ്ങളൊന്നും തന്നെ തീരത്ത് അടിഞ്ഞിട്ടില്ല എന്നാണ്. ഏതായാലും ഈ കപ്പലിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നുള്ള സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഇടയ്ക്ക് സർക്കാർ പുറത്തുവിട്ടിരുന്നുവെങ്കിലും ഇപ്പോഴും ഇതിൽ ദുരൂഹത നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. നിലവിൽ കടലിൽ നിന്ന് ലഭിച്ച കണ്ടെയ്നറുകളും അവയിലടങ്ങിയ മാലിന്യങ്ങളും ഒക്കെ തന്നെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഈ ഷിപ്പിംഗ് കമ്പനിയും ഒരു തീരുമാനത്തിലെത്താനാണ് സാധ്യത. ഒരു സർക്കാരുമായി സഹകരിച്ച് ഇവ സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഇവയെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സർക്കാർ നേരത്തെയും ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം ഒരുപക്ഷെ വലിയ തോതിലുള്ള പ്രത്യാഘാതമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം കേസെടുക്കണം എന്നുള്ള ആവശ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും സംഘടനകളൊക്കെ ഉന്നയിക്കുമ്പോൾ അത് വേണ്ട, പകരം നഷ്ടപരിഹാരം മതി എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം ഒരുപക്ഷെ പ്രതിപക്ഷത്തോടു കൂടി ആലോചിക്കാതെ ഒറ്റയ്ക്കെടുത്തതാണ് എന്നുള്ള ആരോപണം ഉയരാനും സാധ്യതയുണ്ട്.